തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നേതാക്കൾക്ക് കാശുണ്ടാക്കാനുള്ള വഴിയാണോ? പോക്കറ്റ് നിറയ്ക്കാനുള്ള മാർഗം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താമര വിരിയുക, അത് ബിജെപിയുടെ സ്വപ്നമാണ്, കുറേ കാലങ്ങളായുള്ള സ്വപ്നം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ ബിജെപി നന്നായി പണിയെടുത്തു, അതോ പണിയെടുത്തതായി അഭിനയിച്ചോ? ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്തായിരുന്നു? അത് സീറ്റുകൾ വാരിക്കൂട്ടും എന്നായിരുന്നു. എന്നാൽ ചുമതലപ്പെട്ട ചിലരുടെ അപ്രഖ്യാപിത ലക്ഷ്യം കമ്മീഷൻ അടിയായിരുന്നു. കമ്മീഷൻ അടി എങ്ങനെയൊക്കെ കമ്മീഷൻ അടിച്ചു നമ്മൾ വിശദമായി തന്നെ നോക്കാൻ പോവുകയാണ്. നോക്കൂ, ഇതിന്റെ തുടക്കം അത് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന് മുന്നിലേക്ക് ഒരു പരാതി എത്തുന്നതാണ്. കമ്മീഷൻ അടിയുടെ കണക്കാണ് BL സന്തോഷിന് മുന്നിൽ പരാതിയായി കിട്ടിയത്. തെരഞ്ഞെടുപ്പാണ്, കൊടി വേണം, ഷോൾ വേണം, തൊപ്പി വേണം, ഇതൊക്കെ പ്രചാരണ സാമഗ്രികളാണ്, ഇതെല്ലാം അനിവാര്യമാണ്. ഈ പ്രചാരണത്തിലുള്ള കൊടി ബിജെപിയുടെ ദേശീയ നേതൃത്വം പ്രിന്റ് ചെയ്ത് സൗജന്യമായി സംസ്ഥാന ഘടകങ്ങൾക്ക് കൊടുക്കും. അതാണ് ശീലം. ഇത്തവണ കൊടിയെത്താൻ അല്പം വൈകി. മറ്റ് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുണ്ടല്ലോ. ഈ അവസരം കമ്മീഷൻ അടിക്കാൻ കാത്തിരുന്നവർ അങ്ങ് മുതലാക്കി. കൊടി സ്വന്തം നിലയിൽ പ്രിന്റ് ചെയ്തു. എന്നിട്ട് മണ്ഡലം കമ്മിറ്റികൾക്കൊക്കെ വിറ്റ് കാശാക്കി കീശയിലിട്ടു. കൊടിയടക്കമുള്ള സാമഗ്രികൾ 1,62 ലക്ഷം രൂപയ്ക്കാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയെന്നാണ് BL സന്തോഷിന് കിട്ടിയ പരാതിയിലുള്ളത്. കമ്മീഷനായി കൈപ്പറ്റിയതോ 31 ലക്ഷം രൂപ. നോക്കൂ, ഒരു സംസ്ഥാന സെക്രട്ടറി കമ്മീഷൻ കൈപ്പറ്റുന്നത് പരാതിക്കാരൻ നേരിൽ കണ്ടു. ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണ്ഡലങ്ങളിലേക്കുള്ള കൊടി 2 ലക്ഷം രൂപയ്ക്ക് വിറ്റു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വിറ്റ ബില്ലാണ് ഇപ്പോൾ പരാതിയായി ലഭിച്ചിരിക്കുന്നത്. സൗജന്യമായി കിട്ടുന്ന 10,000 കൊടി വിറ്റത് എത്ര രൂപയ്ക്കാണെന്നറിയുമോ? 3.25 ലക്ഷം രൂപയ്ക്ക്. ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതിലും വലിയ ക്രമക്കേടുണ്ട്. കൊടി പ്രിന്റ് ചെയ്തു എന്ന ബില്ല് പലചരക്ക് കടയുടേതാണ്. നമുക്ക് AA ഏജൻസീസിന്റെ ഉടമ പ്രമദ ചന്ദ്രന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാം. ഏജൻസീസ് ആണോ? അതെ, തന്നെ. ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന് വേണ്ടി 10,000 കോടി പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? നമുക്കില്ല. അത് ഫുഡ് ഐറ്റങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത്. ആട്ട, മൈദ, റവ, എണ്ണ ഐറ്റങ്ങള്, സോപ്പ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളെ സപ്ലൈ ഉള്ളൂ. പക്ഷേ GST നമ്പർ വരുന്നത് നിങ്ങളുടെയാണ് കാണിക്കുന്നത്. GST നമ്പർ നമ്മളെ ബോർഡിലൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയായിരിക്കും എന്റെ നമ്പർ യൂസ് ചെയ്തത്. വ്യാജ ബില്ലുണ്ടാക്കാൻ നമുക്ക് അങ്ങനത്തെ ബില്ലേ ഇല്ല. നമുക്ക് എഴുതുന്ന ബില്ല് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു ഏജൻസിയാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണ്? ഞാൻ BJPയുടെ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ആണ്. പരാതി കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും? സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ നിൽക്കുന്നു. സംസ്ഥാന അധ്യക്ഷന് പരാതി മെയിൽ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം. അത് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. അതായത് പരാതി വന്നിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നല്ല, CPM-ൽ നിന്നുമല്ല, എന്തിന് മാധ്യമങ്ങളിൽ നിന്ന് പോലുമല്ല. പ്രമദ ചന്ദ്രന്റേത് കൊടി പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനമല്ല എന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഈ ബിൽ തട്ടിപ്പ് എന്തായാലും സർക്കാരിന്റെ മുന്നിലേക്ക്, പോലീസിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി തൂഫാൻ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം.